ഒരു വ്യക്തതയുടെ പ്രശ്നവുമില്ല. പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ മാഷ് പറഞ്ഞിട്ടുണ്ട്, പാർട്ടിയാണ് സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്നോട് ചോദിച്ച ചോദ്യങ്ങൾക്ക് എൻ്റെ ആ ധാരണ വെച്ച് തന്നെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. കാരണം 3-4 പ്രാവശ്യം നിയമസഭയിൽ മത്സരിച്ചിട്ടുള്ള എന്നെ സംബന്ധിച്ചിടത്തോളം ആരാണ് തീരുമാനിക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് നല്ല ബോധമുണ്ട്. ഇപ്പോൾ എൻ്റെ വാക്കുകൾ അടർത്തിയെടുത്തുകൊണ്ട് ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതിന് വേണ്ടി മനഃപൂർവ്വം ചില ടെലിവിഷൻ ചാനലുകൾ ശ്രമിച്ചതാണ്. എൻ്റെ പാർട്ടി തീരുമാനിക്കും ഞാൻ മത്സരിക്കണോ വേണ്ടതെന്ന് സംബന്ധിച്ചിടത്തോളം. അത് ഞാൻ അനുസരിക്കും. അതാണ് എൻ്റെ നിലപാട്. വലിയ തികഞ്ഞ ആത്മവിശ്വാസം, തികഞ്ഞ ശുഭപ്രതീക്ഷയിലൊക്കെ തന്നെയല്ലേ വിജയപ്രതീക്ഷ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അവിടെ ജയിക്കുന്ന കാര്യത്തിൽ ഒരു തർക്കം ആർക്കും വേണ്ട. കോർപ്പറേഷൻ ഇലക്ഷനിൽ നല്ല ഭൂരിപക്ഷത്തിൽ അവർ ജയിച്ചിട്ട് പോലും ആ 5000 വോട്ടിൻ്റെ ഡിഫറൻസ് മാത്രമാണ് ഉള്ളത്. അതുകൊണ്ട് പിന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിയമത്തിൽ ജയിക്കും, അതിന് സംശയമൊന്നുമില്ല, ആർക്കും സംശയം വേണ്ട. BJP ഏറ്റവും കൂടുതൽ സ്റ്റാർ കാറ്റഗറി പെടുത്തിയിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയാണ്. ഈ നേമം, അതുപോലെ കഴക്കൂട്ടം, തിരുവനന്തപുരം സെൻട്രൽ, ഈ മൂന്നുമാണ്. തിരുവനന്തപുരം സെൻട്രൽ, വട്ടിയൂർക്കാവ്, ഇത് മൂന്നുമാണ് അവർ ഏറ്റവും കൂടുതൽ സ്റ്റാർ കാറ്റഗറി. അപ്പോൾ തിരുവനന്തപുരം ജില്ലയിലാണ് അവർ ഏറെക്കുറെ BJPയുടെ ഒരു പ്രതീക്ഷ വെച്ചു പുലർത്തുന്നത്. അല്ല, അതിപ്പം ആർക്കും പ്രതീക്ഷ വെച്ച് പുലർത്താമല്ലോ. റിസൾട്ട് വരുന്നവരെ ഞങ്ങൾ ജയിക്കുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും, അതൊരു കാര്യമൊന്നുമില്ല. അപ്പം പിന്നെ വയനാട് കോൺഗ്രസിൻ്റെ വലിയ നേതൃത്വ സംഗമം നടന്നല്ലോ. അവിടെ ഏറ്റവും സംഘടനാപരമായ കാര്യങ്ങൾ ചർച്ച ചെയ്ത് ക്രമീകരിക്കുന്നതിന് പകരം കോടിക്കണക്കിന് രൂപ മുടക്കി ഈ PR ഏജൻസികളെ കൊണ്ടുവന്നല്ലേ അവിടെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പാർട്ടി പ്രവർത്തകരൊന്നും വേണ്ട, PR ഏജൻസികൾ മതി, കോടികൾ ചെലവഴിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. PR ഏജൻസികളുടെ അഭിപ്രായം പിന്നെ കോൺഗ്രസിന് ബോധ്യപ്പെടുന്നില്ല. കാരണം വലിയ ഭരണവിരുദ്ധ വികാരം ഉണ്ടെന്നാണ് കോൺഗ്രസിൻ്റെ UDFൻ്റെയും നേതാക്കന്മാരുടെ വിലയിരുത്തൽ. അവിടെ കോടിക്കണക്കിന് രൂപ മുടക്കിക്കൊണ്ടുവന്ന PR ഏജൻസി പോലും അത് പറയാൻ വേണ്ടി തയ്യാറില്ല. ഭരണവിരുദ്ധ വികാരം ഇല്ലെന്നുള്ളതാണ് അവരും പറഞ്ഞതായിട്ടാണ് പത്രങ്ങളിലൂടെ വായിക്കുന്നത്. അപ്പോൾ പിന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പുറകോട്ട് പോകേണ്ട ഒരു കാര്യമില്ല. സാധാരണഗതിയിൽ കോർപ്പറേഷൻ ഇലക്ഷൻ്റെ വോട്ടിംഗ് പാറ്റേൺ ഒന്നാണ്, പാർലമെൻറ്റ് ഇലക്ഷൻ്റെ വോട്ടിംഗ് പാറ്റേൺ വേറൊന്നാണ്, പിന്നെ അസംബ്ലിയുടെ വോട്ടിംഗ് പാറ്റേൺ ഒന്നാണ്. അപ്പോൾ അതുകൊണ്ട് കഴിഞ്ഞ 2ാം പിണറായി ഗവൺമെൻറ് അധികാരത്തിൽ വരുന്ന സമയത്ത് നടന്ന തെരഞ്ഞെടുപ്പിൽ LDF ജയിക്കുമെന്ന് ആരും പറഞ്ഞില്ലല്ലോ, ഒറ്റ മനുഷ്യനും വിചാരിച്ചില്ലല്ലോ. എണ്ണി പൂർത്തീകരിച്ചപ്പോഴല്ലേ ഇതിൻ്റെ കാര്യം മനസ്സിലാക്കി. അതുപോലെ തന്നെ പിന്നെ ഓരോ മണ്ഡലവും ഓരോരുത്തർക്ക് സുരക്ഷിതമാണെന്നൊക്കെ ചിന്തിക്കാം, അത് വോട്ട് എണ്ണുന്നവരെ മാത്രം. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ യഥാർത്ഥ റിസൾട്ട് വരും.